ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ തക്കാളികൾ നല്ല സൈസ് വെക്കാനും നല്ല കളർഫുൾ ആവാനും നല്ല ടേസ്റ്റി ആവാനും വേണ്ടിയിട്ടൊരു ടിപ്പ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എപ്സം സോൾട്ട് ആയിരുന്നു കേട്ടോ ആ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും എപ്സം സോൾട്ടിനെ പറ്റി നല്ലപോലെ അറിയില്ല. അപ്പോൾ നമ്മുടെ കിച്ചൺ ഗാർഡനിൽ ഏതൊക്കെ ചെടികൾക്ക് നമ്മുടെ എപ്സം സോൾട്ട് യൂസ് ചെയ്യേണ്ടാത്ത ഏതൊക്കെ ചെടിയാണ് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ എപ്സം എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ വെള്ളങ്ങളിൽ പണ്ട് മഗ്നീഷ്യം സൾഫൈഡിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ സ്പാകളിലൊക്കെ ബ്യൂട്ടി പാർലറിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മഗ്നീഷ്യം സൾഫേറ്റ് അടങ്ങിയ വെള്ളമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന സോൾട്ടിന് നമ്മുടെ എപ്സം സോൾട്ട് എന്ന പേര് വന്നത്. പലർക്കും സംശയമുണ്ട്, നമ്മളിത് കറിക്ക് ഉപയോഗിക്കും, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഉപ്പാണോ എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. ഉപ്പ് തന്നെയാണ്, പക്ഷെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഉപ്പെന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡ് ആണ്, അതിനകത്ത് സോഡിയം ക്ലോറിനുമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് എപ്സം സോൾട്ട് എന്ന് പറയുന്നതിനകത്ത് മഗ്നീഷ്യം, സൾഫർ, അതുപോലെ ഓക്സിജൻ, ഇത് 3 കാര്യങ്ങളാണുള്ളത്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ തക്കാളി ചെടികൾക്ക് ഇതെങ്ങനെയാണ് എപ്സം സോൾട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തക്കാളി ചെടിക്ക് മാത്രമല്ല, നമ്മുടെ കിച്ചൺ ഗാർഡനിലെ പല പച്ചക്കറികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും എല്ലാം ഇത് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ എപ്സം സോൾട്ട് നല്ലൊരു പെസ്റ്റ് കൺട്രോളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഇലകളിലൊക്കെ വരുന്ന ചില കീടങ്ങളൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, മണ്ണിൽ നിന്ന് വരുന്ന ചില രോഗങ്ങൾ വരും. നമ്മളെ ഒച്ചിൻ്റെ ശല്യമൊക്കെ നേരിടുന്ന കാണാം ചില ചെടികളിലൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഒഴിക്കാനായിട്ട് നമുക്ക് ഈ എപ്സം സോൾട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അത് ചോടുകളിൽ ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ അതിൻ്റെ ചോടുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ സ്പ്രേ ചെയ്യുന്നതാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ എന്ന രീതിയിൽ എടുത്ത് സ്പ്രേ ചെയ്ത് നൽകാം. അപ്പോൾ നമ്മൾ പല വളങ്ങളും നമ്മളെ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ. വളർച്ചാ ഘട്ടങ്ങളിൽ വളരുന്നതിന് വേണ്ടത്, അല്ലെങ്കിൽ കായ്ക്കുന്ന സമയത്ത് അതിന് പൂക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ പല വളങ്ങളും നമ്മളെ ചെടികളുടെ ചോടുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ചെടികളുടെ ചോട്ടിൽ മണ്ണിൽ കിടക്കാറുണ്ട്. അത് പതിയാണ് നമ്മുടെ ചെടി വലിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എപ്സം സോൾട്ടിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ നമ്മൾ എപ്സം സോൾട്ട് ആ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എപ്സം സോൾട്ട്. പിന്നെ ഇത് പ്രധാനമായിട്ട് ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്ന ഒരു വളമല്ല. കാരണം വെച്ചാൽ അതിൻ്റെ NPKയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. എപ്സം സോൾട്ടിലെ മഗ്നീഷ്യമാണ് നമ്മുടെ ചെടികളുടെ പെട്ടെന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കാനായിട്ട് ചെടിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മണലിനകത്ത് നമ്മൾ കൃഷി ചെയ്യാറുണ്ടല്ലോ, ചിലയിടത്ത് മണൽ പ്രദേശമായിരിക്കും. അപ്പോൾ ആ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. പിന്നെ അസിഡിറ്റി കൂടുതലുള്ള മണ്ണുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണുകളിലൊക്കെയാണ് മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവുള്ളത്. അപ്പോൾ ആ മണ്ണിനകത്തൊക്കെ നമുക്ക് എപ്സം സോൾട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സാധാരണ കൃഷി ചെയ്യുമ്പോൾ കരിയിലകൾ ഇട്ട് കൊടുക്കാറുണ്ട്, പുതയിടാറുണ്ട്. പിന്നെ നമ്മൾ പല കമ്പോസ്റ്റുകൾ, കിച്ചൺ കമ്പോസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. നമ്മൾ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ, കിച്ചണിൻ്റെ വേസ്റ്റ് നമ്മൾ കൊണ്ടുവന്നിടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് എപ്സം സോൾട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ എപ്സം സോൾട്ട് ഉപയോഗിക്കാവുന്ന ചെടികളെന്ന് പറയുന്നത് നമുക്ക് തക്കാളി ചെടിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് എപ്സം സോൾട്ട് യൂസ് ചെയ്യാം. പിന്നെ പെപ്പർ, കുരുമുളകിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പൊട്ടറ്റോ, പിന്നെ ലെമൺ, മുന്തിരി, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ഈ എപ്സം സോൾട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ റോസാ ചെടികൾ കാണും, പൂക്കാത്ത പ്രശ്നമൊക്കെ കാണുമല്ലേ. അപ്പോൾ നമുക്ക് മറ്റ് കുറേ വളങ്ങൾ നൽകിയിട്ടും റോസാ ചെടികൾ പൂത്തില്ല എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എപ്സം സോൾട്ട് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മാസത്തിൽ 1-2 തവണ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെടിക്ക് 1 ടീസ്പൂൺ എന്ന കണക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ചെടികളുടെ ഉയരം അനുസരിച്ചിട്ട് 1 അടിക്ക് നമ്മൾ 1 ടീസ്പൂൺ എന്ന രീതിയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കുറച്ച് പച്ചക്കറി കാണുമല്ലോ, ബീൻസ്, പയർ, ചീര. അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ നമ്മളിത് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കരുത്. അതിനൊന്നും മഗ്നീഷ്യം കുറച്ചുള്ള മണ്ണിലാണ് ഇതെല്ലാം വളരുന്നത്. എപ്സം സോൾട്ട് ഒരിക്കലും ഇലക്കറികൾക്കും അതുപോലെ തന്നെ ഈ പയർ വർഗ്ഗങ്ങൾക്കൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് എപ്സം സോൾട്ട് ഇൻഡോറിൽ വെക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻഡോറിൽ വെക്കുന്ന ചെടികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടികൾക്കൊക്കെ നമുക്ക് ഈ എപ്സം സോൾട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ഇലക്കൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടുകയും നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. നമ്മൾ ചെടികളുടെയൊക്കെ പച്ചക്കറികളുടെ വിത്ത് പാകി കിളിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പാകി കിളിപ്പിക്കുമ്പോൾ കുറേ കൂടെ പെട്ടെന്ന് കിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എപ്സം സോൾട്ട് ആഡ് ചെയ്യുന്നത് കുറേ കൂടെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഒരു വിത്ത് പാകി കിളിപ്പിച്ച് നിൽക്കുന്ന ചെടികൾ പറിച്ച് നടുമല്ലോ. ഞാൻ ഇതിന് മുന്നത്തെ തക്കാളിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പറിച്ച് നടുന്ന സമയത്ത് നമ്മൾ എപ്സം സോൾട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറിച്ച് നടുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട്, പിറ്റേ ദിവസമൊക്കെ ഇത് ഇലയൊക്കെ മഞ്ഞളിച്ചിട്ട് ചെടി വാടി നിൽക്കുന്ന പലതും കാണാറുണ്ട്. പല ചെടികൾക്കും അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ആ റൂട്ട് ഷോക്ക് വരാതിരിക്കാൻ നമ്മളെ ചെടികളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് വെറും തരി പോലെ ഉള്ളതാണ് കേട്ടോ, പഞ്ചസാര ചെറിയ ഉപ്പ് പോലെയൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ചെടികളുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചെടികൾക്ക് കിട്ടുകയും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസിനെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മുടെ എപ്സം സോൾട്ട്. അപ്പോൾ എപ്സം സോൾട്ട് നമ്മൾ ഇലകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ക്ലോറോഫിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്നു. അപ്പോൾ ഒരിക്കൽ പച്ചമുളകിൻ്റെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉജ്ജ്വല അല്ല അത് വെള്ളക്കാന്താരിയാണ് എന്നൊക്കെ. ഞങ്ങൾ ആ വെള്ളക്കാന്താരി എന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ വെള്ളക്കാന്താരി ഉണ്ട്, അതുപോലെ ഉജ്ജ്വലയുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ നമുക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം അറിയാം. കാന്താരിയെ കൂട്ടാണ് നമ്മുടെ വെള്ളക്കാന്താരി ഇരിക്കുന്നത്, ഇത് ഉജ്ജ്വലയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് നമ്മുടെ ഉജ്ജ്വല മുളകാണ് കേട്ടോ, അമ്മയുടെ കയ്യിലുള്ള ഉജ്ജ്വല മുളകാണ്. കണ്ടോ, ഇതുപോലെയാണ് കാഴ്ച നിൽക്കുന്നത്, വലിയ ഹൈറ്റിലൊന്നും പോകത്തില്ല, ഇതുപോലെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇലകൾ നമ്മൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പാൽക്കാന്താരിയാണ് കേട്ടോ. നമ്മുടെ സാധാ കാന്താരി ഉണ്ടല്ലോ, പച്ചക്കാന്താരി, അതേ കണക്ക് തന്നെയാണ് ചെടി ഇരിക്കുന്നത്. മുളക് വരുന്നത് വെള്ള നിറത്തിലും കുറച്ചുകൂടെ സൈസിലും വരുന്നേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. കണ്ടോ, നിറച്ചും കാഴ്ച നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.